നമസ്കാരം. ഇന്ന് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ 1.5 ഗ്ലാസ് ബാസ്മതി അരി ഇട്ട് കഴുകി അരമണിക്കൂർ നേരത്തേനും കുതിർക്കാൻ വെച്ച് ഇനി 3/4 കിലോ ചിക്കൻ ഒരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേന് അടച്ചു വെക്കാം. ഇനി ഇത്രയും പച്ചക്കറികളാണ് പ്ലേറ്റിൽ അരിഞ്ഞു വെച്ചത്. അടുപ്പത്ത് വെള്ളം ചൂടായ ഒരു പാത്രത്തിൽ ഇനി കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നേരം അരി വെന്ത് കോരി മാറ്റി. ഇനി അടുപ്പത്ത് കടായിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. കുറച്ച് നേരം ആകുമ്പോൾ ഇളക്കി കൊടുത്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്, കോരി മാറ്റാം. ഇനി അടുപ്പത്ത് ഉരുളി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് അരിഞ്ഞതാണ് അതും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇനി അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇനി 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് പൊടി ആകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് സോയാ സോസ്, കുറച്ച് ചില്ലി സോസും ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഊറ്റി വെച്ച ചോറ് ഇട്ട് കൊടുക്കുക. ഇപ്പോഴും ഗ്യാസ് ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പം ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ചെയ്യണേ.